അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഭയമുള്ളവരാണ്. നമ്മെ ഭീതിപ്പെടുത്തുന്ന എത്രയെത്രയോ അനുഭവങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സന്ദേശം ഈ വചനം നിങ്ങളുടെ ഭയത്തെ പുറത്താക്കുന്ന വചനങ്ങളായി മാറുമെന്ന് ഞാൻ ആത്മനിയോഗത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. ജീവിതത്തിൽ എത്ര ഇടുങ്ങിയ വഴികളിലൂടെ പോകുന്നവരാണെങ്കിലും, എത്ര ഇരുള് നിറഞ്ഞ അനുഭവത്തിൽ കൂടെ കടക്കുന്നവരാണെങ്കിലും, നിങ്ങളുടെ അകത്ത് ഭീതി പടർത്തുന്ന അന്തരീക്ഷത്തെ മാറ്റി ഒരു പുതിയ വെളിച്ചം പകർന്നു തരാൻ സമയമായി എന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വചനമാണ്. ഈ വചനം നിങ്ങളുടെ മുറിവുകളെ കെട്ടും. ഇത് നിങ്ങളുടെ ഇരുട്ടുകളെ മാറ്റും. ഇത് നിങ്ങളുടെ ഭീതി പടർത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് ധൈര്യത്തെ പകർന്നു നിന്ന് വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന അനുഭവത്തിലേക്ക് നിങ്ങളെ ചേഞ്ച് ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ പള്ളിപ്രമാണി തൻ്റെ കുഞ്ഞുമകൾ മരിക്കത്തക്കരായി ദീനമായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ യേശു അവനോട് പ്രതികരിക്കുമ്പോൾ, ഈ പള്ളിപ്രമാണിയുടെ ദൂതന്മാർ അവനോട് വന്ന് പറയുകയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, നിന്റെ കുഞ്ഞുമകൾ മരിച്ചുപോയെന്ന്. വേദനിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, മുറിവേറ്റിരിക്കുന്ന ഈ അനുഭവത്തിൽ യേശു പ്രതികരിക്കുന്ന പ്രതികരണം ഇങ്ങനെയാണ് 36-ാം വാക്യത്തിൽ കാണുന്നത്. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. യേശുവിന്റെ പ്രതികരണം നോക്കിക്കേ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു പ്രതിവചിച്ച അതേ വാക്കുകൾ തന്നെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ അടഞ്ഞ വഴികളെ തുറക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഈ വചനങ്ങളിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇന്ന് ഇറങ്ങുന്നത് മനസ്സിലാക്കാൻ കഴിയട്ടെ. പള്ളിപ്രമാണി വന്ന് യേശുവിനോട് പറയുമ്പോൾ, തൻ്റെ കുഞ്ഞുമകൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ വിടുതൽ കിട്ടുമെന്നൊരു ഉറപ്പ് അവനുണ്ട്. യേശു സൗഖ്യം കൊടുക്കുമെന്നൊരു ഉറപ്പ് അവനുണ്ട്. പക്ഷെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, പ്രതീക്ഷയെ അസ്തമിപ്പിക്കുന്ന ദുരനുഭവത്തിന്റെ വാർത്തകൾ അവന്റെ കാതുകളിലേക്ക് എത്തുമ്പോൾ സങ്കടപ്പെട്ട് വേദനിച്ച് നിൽക്കുന്നവനോട് യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയത്തെ പുറത്താക്കുന്ന ഒരു വിശ്വാസം ഇന്ന് നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കട്ടെ. ഭയം മരണത്തെ കൊണ്ടുവരും, വിശ്വാസം ധൈര്യത്തെ കൊണ്ടുവരും. ഭയം വേദനയെ കൊണ്ടുവരും, വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുതിയ ദൈവിക പദ്ധതികളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ മരിക്കേണ്ടവരല്ല, നിങ്ങൾ ജീവിക്കേണ്ടവരാ. നിങ്ങൾ രോഗത്തിൽ ഭാരപ്പെട്ട് കഴിയേണ്ടവരല്ല, നിങ്ങൾ ദൈവത്തിനു വേണ്ടി എഴുന്നേൽക്കേണ്ടവരാ. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നിങ്ങളെ രോഗത്തിലാക്കുന്ന, കഷ്ടതയിലാക്കുന്ന, നിങ്ങളെ വേദനയിലാഴ്ത്തുന്ന ഭയത്തിന്റെ സ്പിരിറ്റ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇളകി മാറട്ടെ. ഇനി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് ഭയത്തിന്റെ സ്പിരിറ്റ് അല്ല, വിശ്വാസത്തിന്റെ ഉറപ്പായി മാറട്ടെ. യേശു അവനോട് മറുപടി പറയുമ്പോൾ അതൊന്നും കാര്യമാക്കാതെ, ഏതാ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, തകർത്ത് കളയുന്ന മരണവാർത്ത അവന്റെ കാതുകളിൽ എത്തിയപ്പോഴും യേശു പറയുകയാ, അത് കാര്യമാക്കാതെ, മരണവാർത്ത കാര്യമാക്കാതെ. നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കാൻ തുടങ്ങിയാൽ, ആ വിശ്വാസത്തിന്റെ അളവ് നമ്മിൽ വർദ്ധിക്കാൻ തുടങ്ങിയാൽ, നാം ഇന്ന് കാര്യമായി എടുക്കുന്ന പലതും നിസാരമെന്ന് തോന്നുന്ന മേഖലയിലേക്ക് ദൈവ സാഹചര്യങ്ങളെ തിരിക്കും കേട്ടോ. ഭയം മാറി ഒരു അസാധാരണ ധൈര്യം നമ്മുടെ അകത്ത് വ്യാപരിച്ചു കഴിഞ്ഞാൽ, നാം ഇന്ന് കാര്യമായി എടുക്കുന്ന പലതും, ഇന്ന് സീരിയസ് ആയി എടുക്കുന്ന പലതും എത്രയോ നിസാരപ്പെട്ട അനുഭവങ്ങളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അസാധാരണ ശക്തി, അസാധാരണ വിശ്വാസം നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് തരട്ടെ. നിങ്ങളുടെ ആകുലങ്ങളെയും ആശങ്കകളെയും നിരാശകളെയും തച്ചുടയ്ക്കുന്ന വിശ്വാസത്തിന്റെ വർധനവ് ഈ സമയം നിങ്ങളുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ പല ഭവനങ്ങളിൽ നിന്നും ഭയത്തിന്റെ ആത്മാവിനെ ദൈവാത്മാവിൽ നിന്ന് മാറ്റും. മരണഭയം വിട്ട് പോരാടുന്ന ചില അനുഭവങ്ങൾ, തലമുറകളെ കുറിച്ച് വേദനിക്കുന്ന ചില അവസ്ഥകൾ, കുഞ്ഞുമകൾക്ക് വേണ്ടി പള്ളിപ്രമാണി കരഞ്ഞതുപോലെ, യാചിച്ചതുപോലെ തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവേ, പിതാവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങളുടെ തലമുറ മരിക്കാനുള്ളതല്ല, ജീവിച്ചിരുന്ന അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ഒരു തലമുറയായി മാറ്റേണ്ടതിന് വേണ്ടി ഈ വചനം വിശ്വസിക്കുമെങ്കിൽ ഭയത്തിന്റെ സ്പിരിറ്റ് നിങ്ങളുടെ അകത്ത് നിന്ന് പരിശുദ്ധാത്മാവിന്ന് മാറ്റട്ടെ. അവിശ്വാസത്തിന്റെ അനുഭവങ്ങൾ മാറ്റട്ടെ. വിശ്വാസത്തിന്റെ തലങ്ങളെ വർദ്ധിപ്പിച്ചിട്ട് ഒരു അസാധാരണ ധൈര്യം നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് തരട്ടെ. ഭയം മരണത്തെ കൊണ്ടുവരും, ഭയം വേദനയെ കൊണ്ടുവരും, ഭയം നിരാശയെ കൊണ്ടുവരും. എന്നാൽ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായി മാറാൻ നിങ്ങൾ തീരുമാനമെടുക്കുമെങ്കിൽ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ പുനരുദ്ധരിക്കുന്ന അനുഭവത്തിലേക്ക് സാഹചര്യങ്ങളിൽ തിരിക്കും. ഭയം മരണത്തെ കൊണ്ടുവരുമ്പോൾ വിശ്വാസം ജീവിതത്തെ തിരിച്ചു തരും. ഭയം രോഗത്തെ കൊണ്ടുവരുമ്പോൾ വിശ്വാസം നിങ്ങളുടെ അകത്ത് വന്നിട്ട് ധൈര്യത്തെ പകർന്നു തന്നിട്ട് നിങ്ങൾക്ക് രോഗമല്ല സൗഖ്യം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത്തിലും പ്രശ്നത്തിലും പ്രയാസത്തിലൂടെയും മുമ്പോട്ട് പോകുന്ന ഈ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിന്റെ അതിഭയങ്കരമായ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് ദൈവാത്മാവ് തരട്ടെ. ഭീതിപ്പെടുത്തുന്ന, രോഗമിട്ട് കഷ്ടപ്പെടുത്തുന്ന, ശാരീരിക ബലഹീനതയിൽ കുരുക്കിക്കളയുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും ഒരു അസാധാരണമായ സൗഖ്യവും സമാധാനവും സന്തോഷവും ഈ വചനത്തിലൂടെ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇറക്കിത്തരാം. മരണത്തെ പോലും നിസാരവൽക്കരിക്കാൻ കഴിയുന്ന ആ യേശുവിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ അകത്തുള്ള വിശ്വാസവും ധൈര്യവുമാണ്. യേശുവിന്റെ ജീവിതത്തിൽ പലവിധ സാഹചര്യങ്ങളിൽ യേശു അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവന് പല വിധത്തിലുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവൻ ക്രൂശിൽ മരിക്കുന്ന സമയത്ത് പോലും ഒരു കാരണവശാലും ഒരിക്കൽ പോലും ഭയം അവനെ കീഴ്പ്പെടുത്തിയിട്ടില്ല. മരണത്തിന് പോലും ഭയം കൊണ്ട് അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഈ വചനം ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ ഭീതിയുടെ മുൾമുനകൾ ഒടിഞ്ഞു മാറട്ടെ. അസാധാരണ ദൈവിക സാന്നിധ്യങ്ങൾ ഇന്ന് ഇത് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. യേശു ആ ഭവനത്തിലേക്ക് എത്തിയിട്ട് തലീഥാ കൂമി എന്ന് വിളിച്ച് ആ ബാലയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ തലമുറകളുടെ മേൽ യേശു കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു അസാധാരണ അനുഭവങ്ങൾ തുറന്നു വരട്ടെ. ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തിന്മേൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. വചനം സൗഖ്യം തരും, വചനം നിങ്ങളെ ഡെലിവറി ചെയ്യും, വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും, വചനം നിങ്ങളുടെ അകത്ത് സന്തോഷം തരും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് വരെ നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ദുരാത്മ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് വരെ നിങ്ങളെ ഭീതിപ്പെടുത്തിയിരുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ അടിയറവ് പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അത് കേൾക്കുന്ന പുറത്തുള്ള ജനം വിഭ്രാന്തരായി, ഭ്രമിച്ച് ഭയപ്പെടുന്ന ഒരു അനുഭവത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുമ്പോൾ അകത്ത് ആത്മാവിൽ നിറയപ്പെടാൻ നിങ്ങൾ തയ്യാറായാൽ പുറത്തു നിൽക്കുന്നവർക്ക് ഭയപ്പെടുന്ന അനുഭവത്തിലേക്ക് സാഹചര്യങ്ങളെ ദൈവം മാറ്റും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു വലിയ ആത്മസാന്നിധ്യം നിറയപ്പെടട്ടെ. ഇതുവരെ ഇല്ലാത്ത ദൈവിക ശക്തിയും സ്വഭാവവും സാന്നിധ്യവും നിങ്ങൾ അനുഭവിക്കാൻ കഴിയുമാറാകട്ടെ. ഇന്ന് നിങ്ങളെ പിടിച്ചു കുലുക്കുന്ന ഒരു ശക്തിയും ഇനി പിന്തുടരാതെ വണ്ണം ഒരു അസാധാരണ വിടുതലിലേക്ക്, ഒരു അസാധാരണ സൗഖ്യത്തിലേക്ക്, ഒരു അസാധാരണ സമാധാനത്തിലേക്ക് ഇന്ന് ദൈവം സാഹചര്യങ്ങളെ മാറ്റട്ടെ. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു. പള്ളിപ്രമാണിയെ പോലെ നിങ്ങൾ യേശുവിന്റെ അടുക്കലാണ് നിൽക്കുന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. എന്നോട് ദൈവാത്മാവ് അതുപോലെ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വചനം ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അന്തരീക്ഷത്തെ തിരിക്കുന്ന ആത്മസാന്നിധ്യം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സാക്ഷ്യമായി, അനുഭവമായി, ഡെലിവറൻസായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റട്ടെ. മരണം ഇനി നിങ്ങളെ ആക്രമിക്കുകയില്ല. വേദന ഇനി നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുകയില്ല. കുടുംബജീവിതത്തിൽ തകർച്ചകൾ അനുഭവിച്ചുകൊണ്ട് ഇനി എത്ര നാൾ ഇങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇനി നിങ്ങളെ പിന്തുടരുകയില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടവരല്ല. വിശ്വാസത്തിന്റെ ആഴമുള്ള അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ധൈര്യത്തോടെ ചിലതിന്റെ മുൻപിൽ നിൽക്കേണ്ടവരാണ്. ധൈര്യത്തോടെ ചിലതിനെ പിടിച്ചെടുക്കേണ്ടവരാണ് ഇന്ന് നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ടവരല്ല നിങ്ങൾ. അസാധാരണ ധൈര്യത്തോടെ ശക്തി ആർജിച്ച് നിങ്ങളെ വെല്ലുവിളിക്കുന്ന
ചില ശക്തികളുടെ മുമ്പിൽ ഉറപ്പോടെ ശക്തിയോടെ നിൽക്കാനുള്ള ആർജവത്തിൽ മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കൽ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഗോലിയാത്തിന് മുൻപിൽ ധൈര്യത്തോടെ പാഞ്ഞെടുക്കുന്ന ഒരു ദാവീദിനെ കാണാൻ കഴിയും. 40 ദിവസങ്ങൾ നീണ്ട വെല്ലുവിളികളിൽ ഓടി ഒളിക്കുന്ന ഒരു ഇസ്രായേൽ ജനത്തെയും അതിനപ്പുറത്ത് തന്റെ അഭിഷക്തനായ ദാവീദിനെ 5 കല്ലും 1 കവണയും കൊണ്ട് ആ മല്ലനായ ഗോലിയാത്തിന്റെ മുൻപിൽ നിർത്തുമ്പോൾ അവന്റെ മുൻപിലേക്ക് ദാവീദ് ഓടിച്ചെന്നുവെന്ന തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 40 ദിവസം ഫെലിസ്തനായ മല്ലനെ കണ്ട് ഇസ്രായേൽ ഓടിയപ്പോൾ ആ വെല്ലുവിളിക്കുന്ന ശക്തിയുടെ മുൻപിൽ ഉറപ്പിച്ചു നിർത്താൻ കാരണമായി തീരുന്നത് അവന്റെ അകത്ത് പകർന്നിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയാണെങ്കിൽ ആ അധികാരവും ആ ശക്തിയും ഇന്ന് നിങ്ങളിലും വ്യാപരിക്കുന്നു. നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന ശക്തിയുടെ വലുപ്പം എന്ന് പറയുന്നത് അധൈര്യത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും ശക്തിയുടെയും സ്പിരിറ്റാ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ശക്തിക്ക് നിങ്ങളെ ഭീതിപ്പെടുത്താൻ കഴിയുകയില്ല. വെല്ലുവിളിക്കുന്ന ശക്തികളെ അതിന്റെ തല കൊയ്തെടുത്ത് ഫെലിസ്തരെ ഓടിച്ചു കളയുന്നത് പോലെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവം തിരിക്കട്ടെ. ഞാനൊരു ദൈവാത്മ പ്രേരണയിലാണ് ഈ വചനം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഭയം അഴിഞ്ഞു മാറും. രോഗമിട്ട്, മരണമിട്ട്, നിരാശയിട്ട്, കുടുംബജീവിതത്തിൽ പ്രശ്നമിട്ട്, തലമുറകളെ കുറിച്ചുള്ള ഭാരമിട്ട് നിങ്ങളുടെ അകത്ത് ഭയത്തെ കൊണ്ടിട്ട ശക്തിയെ ദൈവാത്മാവ് ഇന്ന് മാറ്റട്ടെ. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങും, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങും, നിങ്ങളുടെ തലമുറകളിലേക്ക് ഇറങ്ങും. നിങ്ങളുടെ തലമുറകൾ മരിച്ചു വീഴാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചില ദൈവിക പദ്ധതികൾക്ക് വേണ്ടി അവരെ ഇറക്കാനാണ്. അതുകൊണ്ട് തകർന്നിരിക്കുന്ന, ഉടഞ്ഞിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ഒരുക്കി വെക്കുന്ന ആത്മമണ്ഡലത്തെ കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. പള്ളിപ്രമാണിയോട് യേശു പറഞ്ഞതുപോലെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. മരണത്തെ വിളിച്ചു വരുത്തുന്ന ഭയം, രോഗത്തെ വിളിച്ചു വരുത്തുന്ന ഭയം, നിരാശയെ വിളിച്ചു വരുത്തുന്ന ഭയം, അതിനെ അതിജീവിക്കുന്ന വിശ്വാസത്തിന്റെ അനുഭവം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇന്ന് ദൈവാത്മാവ് നൽകി തരട്ടെ. ഇതൊരു വലിയ സാക്ഷ്യമായി, വലിയ അനുഭവങ്ങളായി, പ്രതീക്ഷയുണർത്തുന്ന ജീവിത പദ്ധതികളായി ദൈവം മാറ്റേണ്ടതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഈ വചനത്തിന് ശക്തിയുണ്ട്, ഈ വചനത്തിന് ദൈവ സാന്നിധ്യമുണ്ട്. ഈ വചനത്തിൽ സകലതും സാധ്യമാകും. ഉടയാത്ത മലകൾ പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. അഴിയാത്ത ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും അഴിഞ്ഞു മാറട്ടെ. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളെ ഡെലിവറി ചെയ്യട്ടെ. വിശ്വസിക്ക്. ഇതൊരു സാക്ഷ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറേണ്ടതിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക്. നിങ്ങളൊരു അത്ഭുതമായി മാറട്ടെ. അതുകൊണ്ട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ ബലത്തിൽ, ആ ധൈര്യത്തിൽ മുൻപോട്ട് പോകാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ വചനം ഒരു വലിയ ഡെലിവറൻസ് ആയി നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. സാക്ഷ്യമായി, അത്ഭുതമായി മാറാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.